വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ വേണ്ട ലൂമ ഒരു നാച്ചുറോപ്പതി ചികിത്സാ കേന്ദ്രമാണ്. ചികിത്സാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട, നല്ല നാച്ചുറൽ, അത് പ്രകൃതിദത്തമായ ചികിത്സയുടെ അവസാന വാക്കാണ് നാച്ചുറോപ്പതി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഷാഹി ഇഫക്റ്റിലൂടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ കണ്ടു മടങ്ങാം. ഇതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. എൻ്റെ കസിൻ്റെ മകനാണ് അലൻ ഡോൺ. പുള്ളിയാണ് ഇവിടുത്തെ ഡോക്ടർ. പുള്ളിയും പുള്ളിയുടെ സെറ്റപ്പും പരിപാലനങ്ങളും ഒപ്പം ഞാനും എൻ്റെ കുടുംബവും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു ചികിത്സാ പദ്ധതി ആകട്ടെ അല്ലേ? അപ്പോൾ വരിക, ചികിത്സയെ കണ്ടു മടങ്ങാം. തിരുവനന്തപുരത്ത് നിന്ന് പൂവാറിലേക്ക്, അതായത് നമ്മുടെ പൂവാർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ പൂവാറിൽ നിന്ന് വിരാലി പോകുന്ന പൂവാർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വലത്തോട്ട് പാലം കയറി നേരെ ഈ ബോട്ട് ക്ലബ്ബ്, ബോട്ട് സർവീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ പൂവാർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിരാലി എന്ന സ്ഥലത്ത് അവിടെ എത്തിയിട്ട് വലത്തോട്ട് തിരിയണം. അവിടെ ഇങ്ങനെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. താഴോട്ട് നേരെ പൊക്കി കഴിഞ്ഞാൽ ലൂമ ഹെൽത്ത് കെയറിൽ നമ്മൾ എത്തും. ഒരുപാട് ടൂറിസ്റ്റ്, അതായത് ബോട്ട് ക്ലബ്ബ്, മഹീന്ദ്ര ക്ലബ്ബ് എന്നൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ വിരാലിയും ഈ പൂവാറും. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ലൂമ ഹെൽത്ത് നല്ല കളർഫുള്ളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു പ്രകൃതിദത്തമായ എന്താ പറയുക, ആ ഒരു ഭംഗി അവിടെ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാച്ചുറോപ്പതിയുടെ വിവിധ വശങ്ങളും ചികിത്സയും വിശേഷങ്ങളും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ട് പരിപാടി തുടങ്ങാം. ഇപ്പം ക്രിസ്മസ് ഈവാണല്ലോ. ഞാനും എൻ്റെ ഫാമിലിയും. ഇതിൻ്റെ മോൻ ഹെവനത്ത്, ഇത് മോള് ഹെവന ആൻ. രണ്ടുപേർക്കും ചാനലുണ്ട്. രണ്ടുപേരും യൂട്യൂബേഴ്സാണ്. മോൻ്റെ ചാനലിലെ ഹെവനത്ത് കാസിൽ ഇഫക്റ്റ്, മോളുടെ ചാനലിലെ ഹെവന ആൻഡ്സ് ഇഫക്റ്റ് യൂണിവേഴ്സ്. പിന്നെ വൈഫ് സോണിയ തോമസ്, പുള്ളി LLB ആണ്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് എത്തി. ഇതിലൊരു പ്രത്യേകത എന്നറിയാമോ? ഈ തുടക്കവും ഒടുക്കവും കുടിയിൽ അവസാനിക്കും. അത് അവസാനം നമുക്ക് കാണുമ്പോൾ അതൊരു സസ്പെൻസാണ്. അവസാനം കാണാം. വെൽക്കം ഡ്രിങ്കിന് ശേഷം BP ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ കൺസൾട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് നേരെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യോഗ കഴിഞ്ഞിട്ടാണ്. യോഗയാണ് ആദ്യത്തെ പടി ചികിത്സയുടെ. യോഗ കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ചികിത്സയിലേക്ക് പോകാം. Observe your breathing. Inhale deeply and exhale slowly. Concentrate on your breathing. Slowly inhale. Exhale. Inhale. Exhale. Concentrate on your breathing. And slowly inhale deeply and chant 3 times Om. Chant. കുറച്ച് Little louder. Inhale. Chant Om. 1, 2, 3.
2, 3. യോഗ കഴിഞ്ഞ ഉടനെ ഈ നമ്മുടെ ശരീരത്തിലെ പെയിൻ വേദനകൾ മാറാനും നല്ല രക്തം ഓട്ടം ഉണ്ടാകാനും മുൻപെന്തെങ്കിലും ക്ഷതമൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു തെറാപ്പിയാണ് ഈ പമ്പിങ്. ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് പമ്പ് ചെയ്തിട്ടുള്ള ചികിത്സ. lower back pain, sciatica, body pain, and improves muscles, improves blood circulation. അപ്പോൾ ഇത് ആ ഒരു ചികിത്സ കഴിഞ്ഞിട്ട് ഇത് പിടിപ്പിച്ച സാധനമൊക്കെ റിമൂവ് ചെയ്യും. ആ വട്ടത്തിലുള്ള പാട് ഒരാഴ്ചയോളം ഉണ്ടാകും. ഇനി അടുത്തത് ഉഴിച്ചിൽ ചികിത്സയാണ്. നമ്മുടെ ശരീരം മുഴുവൻ മസാജ് ചെയ്ത് എണ്ണയിട്ട് തിരുമ്മി നമ്മുടെ എല്ലാ ദുർമേധസ്സും മാറ്റി പ്യുവർ മനുഷ്യനെ, അതായത് ഒരു പുതിയ കുഞ്ഞെങ്ങനെ ജനിക്കും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ ദുർമേധസ്സൊക്കെ മാറ്റി നമ്മളെ പൂർണ്ണമായിട്ടൊരു ആരോഗ്യപരമായ ഫ്രഷ് ബോഡിയാക്കി തീർക്കുന്ന പരിപാടിയാണ്. ഈ മസാജ് ചെയ്യുന്നത് ശ്രീ യേശ് ശിവ, പുള്ളിയാണ് മസാജ് ചെയ്യുന്നത്. ഈ പിഴിച്ചിൽ അഗ്രഗണ്യനാണ്. ഏതാണ്ട് കുഞ്ഞിലേ മുതൽ ശീലിച്ചത് കാണും. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല അറിയാമല്ലോ, ആ പരമ്പരയിൽപ്പെട്ടതാണ് നമ്മുടെ ശ്രീ യേശ് ശിവ. പുള്ളി കുഞ്ഞിലേ ഈ മർമ്മം മറ്റ് സംഗതികളെല്ലാം പഠിച്ച ആളാണ്. വയസ്സ് 30 ആയിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ നല്ല ഫ്രണ്ട്ലിയാണ് പുള്ളി. പുള്ളിയുടെ അഭ്യാസമാണ് ഈ മുഴുവൻ എൻ്റെ ശരീരത്തിൽ പ്രകടിപ്പിച്ച് കാണിക്കുന്നത്. എന്തായാലും നല്ല ബെസ്റ്റ് ചികിത്സ. കുഴപ്പമില്ല. വീഡിയോസ് എല്ലാം ഇങ്ങനെയാണ്. ഈ ഒരു പോസ്റ്റെല്ലാം വീഡിയോസ് നമ്മുടെ ഫിഷിങ്ങിൽ വെച്ചാണല്ലോ വെളുത്തിട്ട്. എൻ്റെ ഫസ്റ്റ് മസാജിൻ്റെ പോസ്റ്റർ ഫേസ് മസാജ് ഇതാണ്. മസാജ് ചെയ്ത് ഇരുത്തി കൊടുത്തിട്ട് ഇനി ഷോൾഡർ pressure response here. കാരണം തുനിഞ്ഞിറങ്ങിയാൽ കംപ്ലീറ്റ് ചെയ്യണം. അതിലെ രണ്ടാമത് തിരുവല്ല ഞാൻ തരുവില്ല. ശ്രീ ശിവ എന്റെ മുക്കാലും പഠിച്ചെടുത്തു. ഇത് വരട്ടെ, ഷോർട്ട് വരട്ടെ.
അങ്ങനെ ഒഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്റ്റീം പാത്താകാം. കയ്യൊക്കെ ഉള്ളിൽ വെച്ച് ഇത് പണിയാണല്ലേ. സംഭവം കൊള്ളാം. എന്തായാലും ഈ മറ്റേ നമ്മുടെ ഈ കോഴീനൊക്കെ ഈ തൊലി മുടി കളയാൻ വേണ്ടി പുഴുകാണല്ലേ, അതിപ്പോ അതിന്റെ അവസാനിച്ചു. അതിനേക്കാളും ഗതികേടാണ് കേട്ടോ. അയ്യോ, എന്തായാലും പുഴുങ്ങിയിട്ടുണ്ട് നമ്മളെ. അയ്യോ, ഏത്തക്ക പുഴുങ്ങി പോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ടേ. അയ്യോ, അങ്ങനെ മോചിതനായിട്ടുണ്ട്. എന്റെ ദൈവമേ. അപ്പൊ അങ്ങനെ മോചിതനായിട്ടുണ്ട്. സൂപ്പർ. അപ്പോ തുടക്കം മുതലുള്ള സർവത്ര ചികിത്സയും കഴിഞ്ഞ് നമ്മുടെ മസാജ്, ബോഡി ഫുൾ മസാജ് ആയിരുന്നു. ഇനി ഒരു ഞരമ്പ് പോലും പുരികം പോലും ബാക്കിയില്ല. ഫുൾ മസാജ് ചെയ്ത് സ്റ്റീം ബാത്തിൽ കുളിപ്പിച്ച് പുതിയൊരു മനുഷ്യനാക്കിയിട്ടുണ്ട്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ലൂമ. ഒപ്പം ഡോക്ടർ അലൻ ഡോണും നമ്മളെ ശ്രീ യേശ് ശിവ. ഈ പരിപാടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ പരിപാടി ഇടുന്നില്ലേ? അതെ, ഇത് നമ്മള് നീരിറക്കം, എന്താ പറയാ, കുളി കഴിഞ്ഞ് ജലദോഷം വരുമ്പോ നീരിറക്കം, അത് ജലദോഷം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, തുമ്മല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് രാസമായി മാറി കിട്ടും. ചെറിയ കൊച്ചു കുട്ടികൾക്ക് ചെയ്യല്ലേ? കുളി കഴിഞ്ഞതിന് ശേഷം അതൊരു പ്രത്യേക പൊടിയാണോ? അതെ, ഇവിടുത്തെ ആണല്ലേ. അടുത്തത് അക്യൂപഞ്ചർ തെറാപ്പിയാണ്. വേദന മാറാനുള്ള പരിപാടിയാണ്. സൂചി നമ്മുടെ ഞരമ്പുകളിൽ പല ഭാഗങ്ങളിൽ പോയിന്റ്സിൽ കുത്തിവെച്ചിട്ട് ഒരു പ്രത്യേക അളവിൽ കറണ്ട്, ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാണ് ഈ ചികിത്സ. എന്റെ കർത്താവേ. ഇതെന്താണ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ കുത്തിയിട്ട് കറണ്ടാണോ പാസ് ചെയ്യുന്നത്? കറണ്ട് പാസിങ് കറണ്ട് ചെയ്യാതെ ചെയ്യും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റിമുലേഷൻ കിട്ടും. വേനിച്ചു ഇപ്പൊ ഇളകിയത് സൂചിയൊക്കെ കുത്തിയിട്ടുണ്ട്. പോരാത്തതിൽ കറണ്ട്, അതൊട്ട് കഴിച്ചാൽ കറണ്ട് കറണ്ടില്ലേ? ഇത്ര വട്ടാണ് ഇതുണ്ടോ? ഓഫായി അല്ലേ? എത്തോ അവിടെ വാഴ പുരുഷ വിഭാഗം ചികിത്സ ഒരുവിധമായിട്ടുണ്ട്. ഇനി സ്ത്രീ വിഭാഗമാകട്ടെ. ഫേഷ്യല്, ശിരോധാര, നസ്യം, അക്യുപഞ്ചർ. ഇനി അങ്ങോട്ടുള്ള ചികിത്സയൊക്കെ സ്ത്രീകൾക്കുള്ള ചികിത്സകളാണ്. പുരുഷന്മാർക്കും ഉണ്ട്, എന്നാലും ഇത്രയും തരം നമ്മൾ പുരുഷന്മാരുടെ ചികിത്സ കണ്ടു. ഇനി നമുക്ക് സ്ത്രീ സൗന്ദര്യ ചികിത്സ, ആരോഗ്യ ചികിത്സയുടെ ഭാഗമായുള്ള ചികിത്സയുടെ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്നത് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റാണത്.
ശിരോധാര ചികിത്സ. നസ്യം. അക്യുപങ്ക്ചർ ചികിത്സ. മൊത്തത്തിൽ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് ശരിക്കും നമ്മളൊരു ഹെൽത്തി മാൻ, പുതിയ മനുഷ്യരാക്കിയിട്ട് അവസാനത്തെ ലൂമയുടെ പരിപാടിയാണ് ഈ ഒരു ഹെൽത്തി ഡ്രിങ്കും ഈ റാഗി പുട്ടും ഈ കടലക്കറി. അതോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആരോഗ്യത്തിനും കൂടുതൽ വിവരങ്ങൾക്കും വേഗമാകട്ടെ നമ്മുടെ സ്വന്തം ലൂമ.